എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മദർ ബോർഡാണ്. ഈ മദർ ബോർഡ് വരുന്നത് നമ്മുടെ കാറിൻ്റെയൊക്കെ വീല് അലൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ മദർ ബോർഡാണിത്. ഇതിൻ്റെ പേര് ഹണ്ടർ വീൽ അലൈൻമെൻറ്റ് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കാറ്റഗറിയിൽ വരുന്ന മെയിൻ മദർ ബോർഡാണിത്. ഇത് വർക്ക് ചെയ്യുന്നില്ല, ഓണാകുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു മദർ ബോർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത് എന്നാണ് നമുക്കിത് നോക്കേണ്ടത്. ഇതിനകത്ത് പലർക്കും ഡൗട്ടുകൾ കാണും. ആദ്യമായിട്ടായിരിക്കും പലരും ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ കൊടുക്കുന്ന ഇൻലെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 4 പിന്നിൽ വരുന്നതാണ് പവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു പോർട്ട് പോസിറ്റീവ് 12 വോൾട്ട്, ബാക്കി ഈ 3 എണ്ണവും നെഗറ്റീവ് സപ്ലൈ ആണ് പോകുന്നത്. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു LED ഉണ്ട്, പവർ ഓണിൻ്റെ ഈ ഒരു LED കത്തണം. പിന്നെ ഇത് വർക്കിംഗ് കണ്ടീഷനായി വരുമ്പോഴത്തേക്കും സിസ്റ്റത്തിൻ്റെ ഒരു LED ഉണ്ട്. അപ്പോൾ ഈ LED കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ എനിക്കിത് കൊണ്ടുവന്ന സമയത്ത് അവർ ക്ലീൻ ചെയ്താണ് കൊണ്ടുവന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലെഗുകളൊക്കെ മുഴുവനും മറ്റേ ക്ലാവ് പിടിച്ചിട്ട് കറുത്തിരിക്കുകയാണ് ഫുള്ളും. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ആദ്യം നമുക്കിതിനകത്തുള്ള കംപ്ലൈൻറ്റ് ഫോൾട്ട് കണ്ടുപിടിച്ച് ഈ ഒരു LED വർക്കിംഗ് ചെയ്യുന്ന കണ്ടീഷനിലോട്ട് കൊണ്ടുവരണം. ഇതിൻ്റെ വേറെ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആ സിസ്റ്റത്തിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പവർ LED കത്തുന്നുണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സിസ്റ്റം LED കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റം LED കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലാവ് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാം. അത് കുറച്ച് നേരത്തെ ഒരു പണിയുണ്ട്, നല്ലൊരു വർക്കാണത്. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെയും ഇത് കംപ്ലൈൻ്റ് ആവാൻ ഈ ക്ലാവ് കാരണമാകും. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്യാനും ഈ ഒരു ക്ലാവ് സമ്മതിക്കത്തില്ല. ചിലപ്പം ഇതിൻ്റെ പിന്നുകൾ തമ്മിൽ കോണ്ടാക്റ്റോ വരും. അപ്പോൾ അതൊന്നും വരാത്ത രീതിയിൽ നമുക്കിതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം ഈ ഒരു സിസ്റ്റം LED കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പവർ സോഴ്സ് എടുക്കണം, എൻ്റെ ബെഞ്ച് പവർ സപ്ലൈന്ന്. അതിന് വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഇവിടെ ഈ ഒരു സ്ക്രൂവിൻ്റെ ഗ്രൗണ്ടിൽ കൊടുക്കാം. ഗ്രൗണ്ട് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഗ്രൗണ്ട് ഓക്കെയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു സൂപ്പർ കപ്പാസിറ്റർ ഉണ്ട്. 336 MFT 20 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് ഈ മഞ്ഞ കളർ ഇരിക്കുന്ന എല്ലാം കപ്പാസിറ്റേഴ്സുകളാണ്. ഇവിടെ ഇതിനകത്ത് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വരത്തില്ല. അതിന് പകരമായിട്ടാണ് ഈ ഒരു സൂപ്പർ കപ്പാസിറ്റേഴ്സുകൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് PF കപ്പാസിറ്റേഴ്സുകളാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പവർ കൊടുത്ത് നോക്കാം, ഇത് ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ പോസിറ്റീവ് ലീഡ് വയ്ക്കണം. എന്നിട്ട് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡിൽ ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പവർ ഓൺ ആവുന്നുണ്ട്. ഇവിടെ നിന്ന് പുകയും വരുന്നുണ്ട്. ഈ ഒരു കപ്പാസിറ്ററിൽ നിന്ന് പുക വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ട് ബീപ്പ് മോഡിലിട്ടിട്ടുണ്ട്. കണ്ടിന്യൂറ്റി ബീപ്പ് മോഡിലിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കപ്പാസിറ്ററിൽ ഇവിടെ ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഈ ഒരു കപ്പാസിറ്ററിൽ നിന്നാണ് പുക വന്നത്. ഈ കപ്പാസിറ്റർ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ആ ഷോർട്ടിങ് ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, ഷോർട്ടിങ് മാറി. അടുത്ത കപ്പാസിറ്ററിൽ ഷോർട്ടിങ് ഇല്ല. ഇതേ 2 സെക്ഷനിലായിട്ട് തന്നെ ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത്. ഒരു സെക്ഷൻ ഇവിടെയുമുണ്ട്, ഒരു സെക്ഷൻ ഇവിടെയുണ്ട്. സ്റ്റെപ്പ് ഡൗൺ ബക്ക് കൺവെർട്ടേഴ്സാണ് ഈ 2 എണ്ണം ഇരിക്കുന്നത്, 2 സെക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഔട്ട്പുട്ടിൽ പോയിൻ്റ് ഇത്രയും ഒരു ഡ്രോപ്പിങ് ഇവിടെ വരാൻ പാടില്ല. ഇവിടെയും ഹാഫ് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ചിലപ്പം അത് നമ്മുടെ ഈ പ്രോസസ്സറിൻ്റെ കോർ വോൾട്ടേജാണ്. അപ്പോൾ ആ ഒരു ഓംസ് അവിടെ കാണിച്ചെന്നിരിക്കും. ഡെഡ് ഷോട്ട് ആവാതിരുന്നാൽ മതി. ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു അവിടുത്തെ ആ കപ്പാസിറ്റർ ആദ്യം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വേറൊരു കപ്പാസിറ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതിലൊന്നും കൂടെ സപ്ലൈ കൊടുത്തിട്ട് നമുക്കൊരു സിസ്റ്റം LED വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സിസ്റ്റം LED ആണ് നമുക്ക് പ്രധാനമായിട്ടിതിൽ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത് പഴയതുപോലെ വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇപ്പോൾ ബൂട്ടപ്പായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ടായിരുന്നു കൊണ്ടിട്ടായിരുന്നു നമുക്കിവിടെ ഇത് വർക്ക് ചെയ്യാതിരുന്നത്. ഇനിയുള്ളത് ഇതിൻ്റെ ക്ലീനിങ് ആണ്. ഇതിൻ്റെ ഈ ലെഗുകളൊക്കെ എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാനിതിൽ വിശ്വസിക്കുന്നത്, ഈ ഒരു സിസ്റ്റം LED വർക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.